അഞ്ചഞ്ചും പൊരുളടി ഘനമറിവായ് അഞ്ചഞ്ചും പൊരുളടി ഘനമറിവായ് അയഞ്ചൊള്ളും ദിനമിലെ അഞ്ചഞ്ചും പൊരുളടി ഘനമറിവായ് അയഞ്ചൊള്ളും ദിനമിലെ അഞ്ചഞ്ചും പൊരുളടി ഘനമറിവായ് வஞ்சிகள் அடிமுடி வாங்கின யோதும் வாய்ந்து மூங்கிய அறிவு சினேங்கம் வஞ்சிகள் அடிமுடி வாங்கின யோதும் வாய்ந்து மூங்கிய அறிவு சினேங்கம் எங்கனுடும்பு சரீரமியோகம் என்ன மணர்ந்தது இந்நாள் மனம் புரிந்து அஞ்சஞ்சும் அஞ்சஞ்சும் பொருளடி ഘനമറിവായ് അയഞ്ചൊള്ളും ദിനമിലെ അഞ്ചഞ്ചും പൊരുളടി ഘനമറിവായ് അയഞ്ചൊള്ളും ദിനമിലെ അഞ്ചഞ്ചും പൊരുളടി ഘനമറിവായ് പൊരുളടി ഘനമറിവായ് അയഞ്ചൊള്ളും ദിനമിലെ ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും കല്യാണ വീഡിയോയിലേക്ക് സ്വാഗതം. ഉപ്പാൻ്റെ അനിയൻ്റെ മകളുടെ കല്യാണമാണ്, കാനങ്ങാടാണ്. പിന്നെ ഓറിക്സ് മുഹസിൻ്റെ പെങ്ങളുടെ കല്യാണമാണ്. അപ്പോൾ ഈ ഒരു ഒപ്പനയും പരിപാടിയൊക്കെ ഉള്ളത് വെള്ളിയാഴ്ച രാത്രിയാണ്. അപ്പോൾ നമ്മൾ 3 ദിവസമായിരുന്നു കല്യാണം വെച്ചത്. അപ്പോൾ വെള്ളിയാഴ്ച ഉപ്പാൻ്റെ പെരക്കാരും ഉമ്മാൻ്റെ പെരക്കാരും മാത്രം, വേറെ ഒരാളുമില്ല. അപ്പോൾ എല്ലാവരും വെള്ളിയാഴ്ച മഗ്‌രിബിന് ശേഷമാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തി പുതിയണ്ണ് കുറച്ച് പിന്നെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ പുതിയണ്ണിൻ്റെ റൂമിൽ മുകളിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഉപ്പാൻ്റെ നാട് ചന്തേരയാണല്ലോ. അപ്പോൾ നമ്മൾ കാനങ്ങാടേക്കാണ് എത്തിയത്. അപ്പോൾ നമ്മളെല്ലാവരും പുതിയണ്ണിൻ്റെ ബെഡ്റൂമിലിരുന്നിട്ട് കുറേ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവസാനം പുതിയണ്ണിയും കൂട്ടിയിട്ട് നമ്മൾ താഴേക്ക് പാട്ട് പാടിക്കൊണ്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാണ് പുതിയണ്ണിൻ്റെ ബെഡ്റൂം. അപ്പോൾ മുമ്പൊക്കെ കാനങ്ങാട് വിട്ട് കാസർഗോഡ് വരെയുള്ള ആ ഒരു ഭാഗത്തേക്ക് വരെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ ബെഡ്റൂം ആക്കേണ്ട ആവശ്യമില്ല. കാരണം പെണ്ണിനെ കഴിച്ചിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചെക്കൻ്റെ വീട്ടിലാണ് വേണ്ടത്. അപ്പോൾ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ എല്ലാവരും പകുതി അങ്ങോട്ടും പകുതി ഇപ്പുറവും അങ്ങനെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ 2 സ്ഥലത്തും ബെഡ്റൂം ഇപ്പോൾ എല്ലാവരും അധികം ചെയ്യാറുണ്ട്. അപ്പോൾ വൈറ്റിൽ വളരെ സിമ്പിളായിട്ടാണ് ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും വെള്ളിയാഴ്ച രാത്രിയാണല്ലോ ഈ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വൈറ്റാണ് ഇട്ടത്. വൈറ്റ് ഡ്രസ്സ് ഉമ്മാൻ്റെ പെരക്കാരും ഉപ്പാൻ്റെ പെരക്കാരും എല്ലാവരും കൂടിയിട്ട് വൈറ്റ്. അപ്പോൾ ആ ഒരു കളറിൽ, ആ പന്തലിൻ്റെ ആ റോസ് കളറിൽ ഈ ഒരു വൈറ്റ് കളർ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ക്യാമറയിൽ തീരെ പാങ്ങില്ല, കണ്ട ഒരു ക്ലിയറും ഇല്ല. അപ്പോൾ അന്നത്തെ രാത്രിത്തെ ഫുഡ് എന്ന് വെച്ചാൽ നെയ്ച്ചോറും ഇറച്ചിക്കറിയും സാമ്പാറും പിന്നെ കോഴി കുറച്ച് കുരുമുളകിലിട്ട് വരട്ടെ, അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അന്നത്തെ രാത്രി അങ്ങനെ നമ്മൾ കുറച്ച് പാട്ടും കളിയും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി. ഇതാര് ക്ഷണിച്ചിട്ടാ ഈ വരവും ഭക്ഷണം കഴിക്കലൊക്കെ? ഇത് പിന്നെ സ്ഥിരം പരിപാടിയാ. ഉള്ള കല്യാണത്തിനൊക്കെ ക്ഷണിച്ചില്ലെങ്കിലും കയറി ഇങ്ങ് പോരും. എന്നിട്ട് വെട്ടി വിഴുങ്ങുന്നാണ്ടില്ലേ, പിടിച്ച് പുറത്താക്ക. വെട്ടി വിഴുകുന്നത് കണ്ടിട്ട് എനിക്കൊരു പൂതി. അങ്ങനെ ഞാനും നന്നായിട്ടൊരു ഐസ്ക്രീം വാങ്ങിയിട്ട് ഞാനും കഴിച്ചു.
പോയിട്ടുണ്ടാവണ എന്റെ ഡ്രസ്സിനൊക്കെ അറിയാവാനാവൂല. എന്റെ ഡ്രസ്സിൽ വെള്ളല്ലേ, ഈ ഐസ്ക്രീമും വെള്ളയല്ലേ. तेरी आंखों के मतवाले काजल को मेरा सलाम, जुल्फों के काले काले बादल को मेरा सलाम। അങ്ങനെ വെള്ളിയാഴ്ചയൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ശനിയാഴ്ച വൈകുന്നേരമാണ് കാനത്ത് വെച്ചത്. അപ്പോൾ എല്ലാവരും കാനത്തിന് പോവുകയാണ്. ചെക്കൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പള്ളിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലല്ല, കാനങ്ങാട് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ചെക്കനക്ക് നമ്മൾ എന്തെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ വാച്ചോ അങ്ങനെയുള്ള എന്തെങ്കിലും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ വാച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം അവിടെ എത്തി. മഗ്‌രിബിന് ശേഷം പുതിയണ്ണിനെ മുകളിൽ നിന്ന് താഴേക്ക് എനിക്ക് കൊണ്ടുവരുന്നതാണ്. ചങ്കുമേ നാണിച്ചിടും ചേലൊളിലെങ്കുമേ മാനാളൻ മുഹബത്തിൻ്റെ തൃപ്പവുമേ ഇന്ന് മാനിമ്പ തശകിയ നൂവൾ തേടുമേ ഈണം തുടികൊട്ടണ നെഞ്ചില് കാണാമലരൊക്കെയും മൊഞ്ചില് ഈണം തുടികൊട്ടണ നെഞ്ചില് കാണാമലരൊക്കെയും മൊഞ്ചില് നാണത്തെ ആരക്കോടും പുതുക്കത്തേട് ബന്നം ഈ മാറ്റേ തെളിമയിൽ നൂകരും ഹാല് മാണിക്യ കല്ലുടെ ചങ്കുമേ നാണിച്ചിടും ചേലൊളിലെങ്കുമേ മാനാളൻ മുഹബത്തിൻ്റെ തൃപ്പവുമേ ഇന്ന് മാനിമ്പ തശകിയ നൂവൾ തേടുമേ ഈണം തുടികൊട്ടണ നെഞ്ചില് കാണാമലരൊക്കെയും മൊഞ്ചില് ഈണം തുടികൊട്ടണ നെഞ്ചില് കാണാമലരൊക്കെയും മൊഞ്ചില് നാണത്തെ ആരക്കോടും പുതുക്കത്തേട് ബന്നം ഈ മാറ്റേ തെളിമയിൽ നൂകരും ഹാല്
അങ്ങനെ ശനിയാഴ്ച രാത്രി കുട്ടികളെ പരിപാടിയൊക്കെ ഡാൻസും അങ്ങനെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പുതിയണ്ണിൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയാണ് ആ കാണുന്നത്. അവരൊക്കെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതാണ്. അതിന് കഴിഞ്ഞ ശേഷം പിന്നെ പുതിയണ്ണിൻ്റെ ഉപ്പ ഫാമിലി, അപ്പോൾ എൻ്റെ ആപ്പാൻ്റെ ഫാമിലി. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി നിന്നിട്ട് 2 ഗ്രൂപ്പായിട്ട് അങ്ങനെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു, ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ഇനി പിന്നെ അന്ന് രാത്രി ശനിയാഴ്ച രാത്രി ഞായറാഴ്ചത്തേക്കുള്ള ഡ്രസ്സായിട്ടാണ് പുതിയാപ്പിളിൻ്റെ വീട്ടിലത്തെ ആൾക്കാർ വരുന്നത്. അപ്പോൾ ഞായറാഴ്ച ഇടേണ്ട ഡ്രസ്സുമായിട്ട് കുറച്ച് പേര് ഇങ്ങനെ വരും. അപ്പോൾ മനാലു പറയുന്നത് നിസ്കരിക്കുമ്പോഴുന്ന മക്കൻ എൻ്റെ ചാനലിൽ ഞാനും എൻ്റെ ഉമ്മാവും കണ്ടിരുന്നത്. ഞാൻ ഇവർ വരുന്നതിൻ്റെ ആ വീഡിയോ എടുക്കുന്നതിൽ ഞാൻ ആ കുട്ടി പറയുന്നത് ശ്രദ്ധിക്കുന്നേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് പിറ്റേന്ന് അന്ന് രാത്രിയുള്ള അവർ അത് തന്ന് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇനി പിറ്റേന്ന് ഞായറാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഞായറാഴ്ച വരുന്ന വഴിക്ക് തന്നെയാണ് ഏത് തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കട്ടൻ ചായ അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ എന്തൊക്കെ ജ്യൂസ് വേണ്ട അതും. അപ്പോൾ ഒരു ഭാഗത്ത് കട്ടൻ ചായയും മറുഭാഗത്ത് ഇതുപോലെയുള്ള ഏത് ജ്യൂസാണ് ഇപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഏതും കുടിക്കാം. അപ്പോൾ കട്ടൻ ചായയിൽ ലൈല മജ്നൂന്, അഫ്ഗാനി അങ്ങനെ പല കട്ടൻ ചായ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അധിക പേരും ലൈല മജ്നൂനാണ് കുടിച്ചത്. കുറച്ച് ലൈല മജ്നൂൻ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മിക്ക ആളും ലൈല മജ്നൂൻ തന്നെയാണ് കുടിച്ചത്. ഇനി നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പകലുള്ള ഞായറാഴ്ചത്തെ കല്യാണ വിശേഷങ്ങൾ കുറച്ച് പാട്ട് കേട്ടുകൊണ്ട് തന്നെ കാണാം. ലൈല മജ്നൂവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ ബൈത്തുകൾ മൂളുന്ന കാറ്റലേ കണ്ടുവോ നീ ആമാരനെ, കണ്ടുവോ നീ ആമാരനെ. ലൈല മജ്നൂവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ ബൈത്തുകൾ മൂളുന്ന കാറ്റലേ കണ്ടുവോ നീ ആമാരനെ. അപ്പോൾ പുതിയാപ്പിള വരുമ്പോഴുള്ള ആ പാട്ടാണ് നമ്മൾ റൂമിൽ കൂടിയിട്ട് എല്ലാവരും കൂടി പാടുന്നത്. അപ്പം പുതിയണ്ണിയും പുതിയാപ്പിളയും നമ്മൾ മുകളിൽ അറയിലാക്കിയതിന് ശേഷം നമ്മൾ ഓരോരുത്തരുടെ ഫോട്ടോ ഇങ്ങനെ എടുക്കുക ചെയ്യുന്നു. പിന്നെ ഭക്ഷണം ഇങ്ങനെ ലൈവായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിക്കുന്നവർക്ക് കഴിക്കാൻ പോവാം. അങ്ങനെ വടയും ചട്നി, ദോശ, പൊറോട്ട എന്താണോ ഇഷ്ടമുള്ളത് അത് കഴിക്കുന്നവർക്ക് കഴിക്കാം. സാമ്പാറും വടയും അങ്ങനെ പലതും ഉണ്ടായിരുന്നു. പിന്നെ ആട്ടിൻ്റെ അങ്ങനെയുള്ള സൂപ്പും കാര്യങ്ങളും. ആഘോഷ സുന്ദര ദിനമിത്